ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി എന്നോട് പ്രവചിക്കുന്നു. தேவனுடைய ஆவியானவர் இடத்தில் இப்படியாய் தீர்க்கதரிசனமாய் சொல்கிறார். ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത, ஒரு அடி கூட முன்னே வைக்க முடியாத நிலைமையில் നീ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. யாருக்கு எந்த துரோகமும் செய்யவில்லை. നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. நன்மைகளை மட்டும் தான் செய்திருக்கீங்க. പിന്നെ എന്തിനാണ് എനിക്കും എന്റെ തലമുറയ്ക്കും മാത്രം ഇത്ര പ്രശ്നം? அப்புறம் எதுக்கு எனக்கும் என்னுடைய தலைமுறைக்கு இவ்வளவு பிரச்சனைகள்? ഈ നിന്ന, இந்த நிந்தை, അപമാനം, அவமானங்கள், പരിഹാസം, பரிகாசங்கள், ഒറ്റപ്പെടലുകൾ, தனிமைப்படுத்தப்படுகிற நிலை, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. யாரும் என்ன புரிந்து கொள்ளல. ദൈവം എന്നെ മറന്നോ? தேவன் என்னை மறந்துட்டாரா? നീ പറഞ്ഞൊരു കാര്യം, ஆனா நீங்க சொன்ன ஒரு காரியம், ദൈവം എന്നെ മറന്നാലും தேவன் என்னை மறந்தாலும் ഞാൻ ദൈവത്തെ മറക്കത്തില്ല. நான் தேவனை மறக்க மாட்டேன். ആണോ? അങ്ങനെ പറഞ്ഞു. நீங்க சொன்னீங்களா அப்படி? നീ എന്നെ കൈവിട്ടാലും, நீர் என்னை கைவிட்டாலும் നിന്നെ ഞാൻ കൈവിടത്തില്ല உம்மை நான் கைவிட மாட்டேன் എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ കേൾക്കുന്നു. ஆமே, அப்படி சொன்ன ஒரு வார்த்தையை நான் கேட்கிறேன். ഓഗസ്റ്റ് മാസം എന്താണ്? ഓഗസ്റ്റ് ஆகஸ்ட் மாசம் என்ன? ஆகஸ்ட் അല്ല, കഴിഞ്ഞു എന്നറിയാം. ஆகஸ்ட் மாசம் உங்களுக்கு ജീസസ് ഒരു വാഗ്ദത്തം വന്ന ഓഗസ്റ്റ്, ஒரு வாக்குத்தத்தம் ஆகஸ்ட்ல இருக்கு. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞു. தாயின் கருவிலிருந்து வெளிப்படும் முன்னே தேவனுடைய கிரியைகள் வெளிப்பட்டு முடிந்தது. നീ ഒരു എസ്തർ ആണ്. நீங்க ஒரு எஸ்தர். 1967 Jesus, hallelujah. എന്നെ ആ വർഷം കാണുന്നു. ஆமென். அந்த வருஷத்தை எனக்கு காண்பிக்கிறார். ഓ മൈറ്റി ജീസസ്. ആ വർഷം ഞാൻ ജനിച്ചത്. அந்த வருஷத்துல தான் இவங்க பிறந்திருக்காங்க. കരം അടിച്ച് 67 കരം അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. കരങ്ങളെ തട്ടി ആണ്ടവരെ തുതിപ്പോ. ഗോഡ്സന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ഗോഡ്സൻ മേൽ ദേവക്രിയ വെളിപ്പെടുகிறது. ഗോഡ്സൻ ആരാ? ഗോഡ്സൻ யாரு? മൂത്ത മകൻ. ഇവരുടെ മൂത്ത മകൻ. കരം അടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനൊരു വല്ലാത്ത പ്രതിസന്ധിയിലാണല്ലോ ആയിരിക്കുന്നത്. ആമേ, അവർ ഒരു മികപ്പെரிய ഒരു പോരാട്ടത്തിലുള്ള தான் இருக்கிறார். എന്താ പ്രോബ്ലം? என்ன பிரச்சனை? എന്നോട് പറയുന്നു, என்னிடத்தில் சொல்கிறார், കേസുകളെ ദൈവം അഴിക്കാൻ പോകുന്നു. കേസുകളെ ദേവൻ അഴിക്ക പോകുகிறார். സന്തോഷത്തോടെ ജീവിച്ചോണ്ടിരുന്ന കുടുംബത്തിന് വിരോധമായി, സന്തോഷമായി வாழ்ந்துകൊണ്ടിരുന്ന കുടുംബത്തിന് വിരോധമായി இந்த மாதம் ഒക്ടോബർ തീരുന്നതിന് മുമ്പ്, ഒക്ടോബർ முடிவதற்கு முன்பாக നിന്റെ മകന് വിരോധമായി വന്ന, உங்களுடைய மகனுக்கு விரோதமாய் வந்த ആ കേസിനെ, அந்த கேஸை കർത്താവ് ഏറ്റെടുക്കുകയാണ്. கர்த்தர் ഏറ്റെടുக்கிறார். ഈ വിഷയം എനിക്കറിയാവോ? இந்த விஷயம் எனக்கு தெரியுமா? ജീസസ്. സ്റ്റീവ് ആരാണ്? സ്റ്റീവ് யாரு? சின்ன மகன், ഇളയ മകൻ. യേശു നാമം. ആന്റി എന്തെങ്കിലും പറഞ്ഞു എന്റെ അടുത്ത്? ആന്റി എന്താ சொன்னீங்க എന്റെ അടുത്ത്? സ്റ്റീവ് എന്നാണോ വിളിക്കുന്നത്? സ്റ്റീവൻ തന്നെ கூப்பிடுறீங்க? സ്റ്റീവ്. അവന്റെ പേര് സ്റ്റീവൻസൺ എന്നാണ്. ஆனா ஸ்டீவன்சன் தான் அவருடைய பேர். നീ സ്റ്റീവ് എന്ന് വിളിക്കുന്നെങ്കിലും സ്റ്റീവ് എന്ന് சொன்னாலும் അവന്റെ പേര് സ്റ്റീവൻസൺ എന്നാണ്. அவருடைய பேர் ஸ்டீவன்சன். ഹല്ലേലൂയ. മോശ കുഞ്ഞിനെ മറച്ചു വെച്ചിരിക്കുന്ന പോലെ ഇനി നിന്റെ തലമുറ മറച്ചു വെക്കേണ്ട ഇട വരുത്തത്തില്ല. ഓ, മോശെ കുഴന്തയെ മറച്ചു வைத்தது போல இனி உன்னுடைய தலைமுறையை மறைத்து வைக்க வேண்டிய அவசியம் இல்லை. ഇനി നിന്റെ തലമുറ ഒളിച്ചിരിക്കേണ്ടി വരില്ല. இனி உன்னுடைய தலைமுறை ஒளிந்திருக்க வேண்டிய அவசியம் இல்லை. ഇന്ന് രാത്രി നീ വന്നത്, இந்த இரவில் நீங்க வந்தது ആഹാബിനെയും ഇസബേലിനെയും പേടിച്ച്, ഓ, ആഹാബുക്കും യെസബേലുക്കും ഭയந்து കെരീത് തോട്ടിൽ ഒളിച്ചിരുന്ന ഏലിയാവിനെ കണ്ടിട്ടാണ്. കേരീത് ആற்றிനിടയിലെ ഒളിച്ചിരുന്ന എലിയാவை பார்த்ததா ഇന്ന് രാത്രി പറയുന്നു, சொல்கிறார், ഒരു ഷിഫ്റ്റ് നടക്കാൻ പോകുന്നു. ഒരു മാറ്റം നടക്കാൻ പോകുന്നത്. സ്റ്റീഫൻസന്റെ മേൽ ഒരു ഷിഫ്റ്റ് നടക്കാൻ പോകുന്നു. സ്റ്റീഫൻസന്റെ മേൽ ഒരു ഷിഫ്റ്റ് നടക്കാൻ പോകുന്നത്. ഗോഡ്സന്റെ മേൽ ഷിഫ്റ്റ് നടക്കാൻ പോകുന്നു. ഗോഡ്സന്റെ മേൽ ഒരു ഷിഫ്റ്റ് നടക്കാൻ പോകുന്നത്. ഇന്ന് ആന്റി ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ, ഇന്ന് ആന്റി ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ തലമുറകൾ സ്വതന്ത്രമാകുന്നു. ഉங்க തലമുറകൾ വിടുവിക്കപ്പെടുகிறார்கள். കരങ്ങളെ അടിച്ചു പറ. കരങ്ങളെ തട്ടി சொல்லுங்க. അവരെ ഡിപ്രഷനകത്ത് തള്ളിവിട്ട, അവരെ മരണത്തിലേക്ക് തള്ളിവിട്ട ദുരാത്മ ശക്തികൾ, അശുദ്ധാവിൻ വലമകൾ ഇന്ന് രാത്രി இந்த இரவிலே അഴിയട്ടെ. അഴിகிறது. ശതാധിപൻ എന്താ പറഞ്ഞേ? 125 என்ன சொன்னார்? ഏതെങ്കിലും ഒരു പ്രവാചകനെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നുണ്ടായിരുന്നു അല്ലേ? ആമേൻ. ഏதாவது ഒരു ദീർഘദർശിയെ വീട്ടിലെ കൂപ്പിട്ട് ജപിക്കണമെന്ന് நீங்க விரும்புறீங்க தானே? ശരിയാണോ? சரியா? ആന്റി എടുത്തൊരു ചിന്ത ഞാൻ പറയട്ടെ. ஆமென். ஆண்டி எடுத்ததானே நீங்க நினைத்த ஒரு சிந்தையை நான் சொல்றேன். ആവശ്യം നമ്മളതാണ്, தேவை நம்மோடது, ആവശ്യം എന്റേതാ, தேவை என்னுடையது. അതുകൊണ്ട് அதனால നമ്മളാ പോകേണ്ടത്. நாம தான் போக வேண்டும். ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റോ? நான் சொன்னது சரியா தவறா? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്വേഷിച്ച് ഓടുമായിരുന്നു. കരമടിച്ച് இவர்கள் தேடி அதற்காக அலைந்து கொண்டிருந்தார். ബാങ്കുമായി ബന്ധപ്പെട്ട്
ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. பேங்கோடு தொடர்பு வைத்து ஒரு சில கிரியைகள் நடக்கிறது. ஆமென். இவர்களும் என்னுடைய மகனும் ஆமென் பேங்க்ல தான் வேலை செய்றாங்க. ബാങ്കിന്റെ പേര് ഇ എന്ന് വെച്ച് തുടങ്ങുന്നു. பேங்குடைய பேர் இ லெட்டர்ல தொடங்குது. கைகளை தட்டி ஆண்டவரை துதிப்போம். ஹalleluya. യേശു നാമം, യേശു നാമം, യേശു നാമം, യേശു നാമം, യേശു നാമം, യേശു നാമം വാഴ്കവേ. ഫിനാൻഷ്യൽ ഏരിയയിലൊക്കെ പലരും കളവ് നടത്തുമ്പോൾ നീ നേരെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. நீங்க சரியாய் வாழ்கிற ஒரு நபர். ഞാൻ കാണുന്നത് നേർവഴിയിൽ ജീവിക്കുന്ന ഒരു അപ്പനും ஆமே நான் பார்க்கும் பொழுது சரியான வழியில வாழ்கிற ஒரு தகப்பனும் ഒരു ആത്മീകനാണ് കേട്ടോ. நீங்க நல்ல ஒரு ஆவிக்குரிய நபர். നീ വിശ്വസ്തനാ, நீங்க ஒரு உண்மை உள்ள நபர். നിനക്ക് സ്ട്രൈറ്റ് ഫോർവേഡേ ഉള്ളൂ. உங்களுக்கு நேர்மைதான். ചെറുതിലെ കുഞ്ഞുങ്ങൾ ചെറിയ ചെറിയ കുറ്റങ്ങൾ കാണിക്കുമ്പോൾ ശിക്ഷിച്ച് വളർത്തിയവനാ നീ. ஆமே சின்ன வயதில உங்க பிள்ளைங்க ஏதாவது சின்ன சின்ன தவறு காண்பிக்கும்போது அவங்களை നീയും சிக்ஷித்து നേരുള്ളവളാ, நடத்திற தகப்பன்தான். നീയും നേരുള്ളവളാ. நீங்களும் நேர்மையானவர். നേരുള്ള അപ്പനോടും നേരുള്ള അമ്മയോടും ദൂത് പറയുന്നു. நேர்மையான தகப்பனை பார்த்து நேர்மையான தாயை பார்த்து தீர்க்கதரிசனமாய் சொல்கிறேன். ഗോഡ്സനും സ്റ്റീവൻസനും ദൈവത്തിന്റെ കയ്യിൽ സേഫ് ആണ്. ഗോഡ്സനും സ്റ്റീവൻസനും தேவனுடைய கரத்தில் பாதுகாப்பாய் இருக்கிறார். പുറത്തു വരും, അവർ പുറത്തു വരും. அவர்கள் வெளியே வருவார்கள். കരങ്ങളെ അടിച്ചു പറ, ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രി. ஓ விசுவாசிக்கிறவர்கள் கைகளை தட்டி சொல்லுங்க, இந்த இரவு விடுதலையின் இரவு. ஹalleluya.